അസ്സലാമു അലൈക്കും. എല്ലാവരും ഇങ്ങോട്ട് വരൂ. ഒരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിടാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തട്ടെ. അത്തരം ഒരു അടിപൊളി കണക്കാണ്. നമ്മളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. മറ്റേണൽ ഡെത്തിൻ്റെ ഫാക്ട് ഷീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പോയിന്റ് ഒന്ന് നോക്കൂ. 14% മറ്റേണൽ ഡെത്ത് മനസ്സിലായോ? മാതൃമരണങ്ങൾ, ഗർഭാവസ്ഥയിൽ സ്ത്രീ മരിക്കുക, അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീ മരിക്കുക. ഇതിൻ്റെ 14% ഹോമിലാണ്, വീടുകളിൽ നടന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കാണ്. വീട്ടുപ്രസവത്തിൻ്റെ വലിയ അപകടങ്ങളാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. 7 ഹാപ്പൻഡ് എൻറൂട്ടഡ് എ ഹെൽത്ത് ഫെസിലിറ്റി, 50% പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പകുതിയോളം 50% മാതൃമരണം നടക്കും സംഭവിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്. 23% പബ്ലിക് ഹോസ്പിറ്റലുകളിൽ, പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കും പബ്ലിക് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പോട്ടെ, 50-23% പോട്ടെ. 14% വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ നടക്കുക എന്നുള്ളത് ചെറിയ കണക്കാണോ? തീർച്ചയായും. അപ്പോൾ അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കുന്നവരാണ്. ബാക്കി കണക്ക് കൂടി നോക്കാം. എന്താണ് ഈ 14%-ൻ്റെ യാഥാർത്ഥ്യം? അതായത് 14% എന്ന് പറയുന്നത് 6 സ്ത്രീകൾ വീട്ടിൽ മരിച്ചു എന്നുള്ളതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ സമയം 22 സ്ത്രീകൾ പ്രസവവുമായി ബന്ധപ്പെട്ട് മരിച്ചു. പബ്ലിക് ഹോസ്പിറ്റലുകളിൽ 10 സ്ത്രീകൾ പ്രസവവുമായി ബന്ധപ്പെട്ട് മരിച്ചു. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കണേ. 22 പേര് എവിടെ മരിച്ചു? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ. ഓക്കെ, ഒരുപാട് പ്രസവം നടക്കുമ്പോൾ 22ഓളം അമ്മമാർ പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മരണപ്പെട്ടു. പബ്ലിക് ഹോസ്പിറ്റലിൽ 10. പടച്ചവൻ അവർക്കെല്ലാം ശരിയായ രീതിയിൽ, പടച്ചവന് തൃപ്തികരമായ രീതിയിലുള്ള മരണമാക്കി സ്വീകരിച്ച് അവർക്ക് പരലോകം സന്തോഷമാകുന്ന അവസ്ഥയിലുള്ള മരണമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി 6 ഹോം എന്ന് കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ എത്ര എണ്ണമാണ്? 6. നിസ്സാര കാര്യമല്ല. ഇനി ആ കണക്കിൻ്റെ യാഥാർത്ഥ്യമാണ് തൊട്ട് താഴെ നിങ്ങൾ കാണുന്നത്. 6 maternal death at home have been reported so far this year, 1 due to homicide. അതിലൊരെണ്ണം മരിച്ചതല്ല. ആ 6 വീട്ടിലെ മരണങ്ങളിൽ 1 കൊലപാതകമാണ്. ബാക്കി എത്ര പ്രസവവുമായി ബന്ധപ്പെട്ട വീട്ടിൽ മരണമാണുള്ളത്? ബാക്കി 5. അടുത്ത വായിച്ചു നോക്കുക. 2 suicides. അതിൽ 2 സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ സൂയിസൈഡ് ചെയ്തതാ. അതായത് വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് മരിച്ചതല്ല. 1 കൊലപാതകം, 2 ആത്മഹത്യ. വീണ്ടും 3 ബാക്കിയുണ്ടല്ലോ. അപ്പോൾ 3 സ്ത്രീകൾ വീട്ടിൽ മരിച്ചില്ലേ? വീട്ടിൽ പ്രസവം അത്ര അപകടമല്ലേ? നോക്കാം. ആൻഡ് 3 caused by a recent landslide disaster in വയനാട് ഡിസ്ട്രിക്റ്റ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. 3 സ്ത്രീകൾ ബാക്കി മരിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കണക്കിൻ്റെ വാസ്തവത്തിലേക്ക് വന്നാൽ വീട്ടു പ്രസവവുമായി ബന്ധപ്പെട്ട് ആ കാലയളവിലെ മരണം 0. പക്ഷേ ഇവിടെ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട ആളുകൾ മരിച്ചതിൻ്റെ എണ്ണം 6. മനസ്സിലായില്ലേ? സൂയിസൈഡ് ചെയ്തതും കൊലപാതകവും ലാൻഡ് സ്ലൈഡിൽ മരിച്ചതിനെല്ലാം എവിടെയാണ് പെടുത്തുക? വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള മരണം എന്ന ലിസ്റ്റിൽ പെടുത്തിയിട്ട് ഇപ്പോൾ മറ്റേണൽ മോർട്ടാലിറ്റി വീട്ടിൽ പ്രസവത്തിൽ കൂടുതലാണെന്ന് അവതരിപ്പിക്കുന്ന ഒരു കള്ളക്കണക്കല്ലേ? ഈ കണക്കിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ ഏറ്റവും സേഫായിട്ട് പ്രസവിക്കാൻ പറ്റിയ സ്ഥലം വീടാണ്. അഥവാ ഈ കാലയളവിൽ വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പോലും മരിച്ചതായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു റിപ്പോർട്ടും ഇല്ല. അപ്പോൾ കണക്കിലെ കളിയാണ് ഞാൻ പറഞ്ഞത്. മരണത്തിൽ നിന്ന് സുരക്ഷിതമാകാനാണെങ്കിൽ ഈ കണക്ക് പ്രകാരം വീട്ടിലല്ലേ പ്രസവിക്കേണ്ടത്? അത്രത്തോളം സുരക്ഷിതത്വം 50% മരണങ്ങൾ നടന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലും 10 മരണങ്ങൾ നടന്ന പബ്ലിക് ഹോസ്പിറ്റലിലും ഉണ്ടോ? കണക്കിലെ കളിയാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ത്രീക്കും അവർക്ക് സുരക്ഷിതമെന്ന് ബോധ്യമുള്ള സ്ഥലത്ത് സ്വന്തം റിസ്കിൽ പ്രസവിക്കുക. അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി അനുഭവിക്കുന്ന ഒരു പീഡനത്തിനും ആരും ഇവിടെ ആ പീഡനത്തിന് പകരം തരാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടി വീട് തിരഞ്ഞെടുത്താലോ എവിടെ തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ബോധ്യം, നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ ശരീരം. ഇനി പബ്ലിക്കിനോടാണ്. ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുക എന്നൊക്കെ കള്ള കണക്ക് വെച്ചിട്ട് പണ്ട് ഉള്ള കാലത്ത് മരണങ്ങൾ കൂടുതലായിരുന്നു, ഇപ്പം കുറവായിരുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ എവിടെ ഇതിൻ്റെ കണക്ക്? ഇത്തരം നുണകൾ
മാനിപ്പുലേറ്റഡ് കണക്ക് വെച്ചിട്ട് വീട്ടിലെ ഉള്ള സേഫായിട്ടുള്ള പ്രസവത്തെ ഭീകരവൽക്കരിക്കാനുള്ള ഏതോ മാഫിയകളുടെ ആശുപത്രി മാഫിയകളാണോ ഇതിൻ്റെ പിന്നിൽ അറിയൂല. എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.